ചില ആളുകൾ ഇങ്ങനെയാണ്, അവർക്ക് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറ്റൂല. അവർക്ക് എന്തെങ്കിലും അവരായിട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് മൈൻഡ് ആകെ ഡിസ്റ്റർബൻസ് ആവും, അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അവരായിട്ട് തന്നെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാലാണോ നമുക്ക് ദേഷ്യം വരുന്നത്, ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് തന്നെ ആയിരിക്കും അവർ പ്രശ്നം സ്റ്റാർട്ടപ്പ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് എന്തിലാണോ നമുക്ക് ചൊറിയുന്നത് അവിടെ തന്നെ കയറി അവർ ചൊറിഞ്ഞ് മാന്തി പ്രശ്നം ഉണ്ടാക്കും മനഃപൂർവ്വം എന്നുള്ളതാണ്. എന്നിട്ടോ അവരങ്ങനെ പ്രശ്നം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ പ്രതികരിക്കുമല്ലോ. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. പിന്നെ നമുക്ക് ക്ഷമ കെട്ടിട്ട് നമ്മൾ പ്രതികരിക്കുന്ന ആ ഒരു സ്പോട്ടിൽ അവർ കയറിയിട്ട് നല്ല ആളാവും. അവർ പറയും, അതിന് നീ എന്തിനാ എത്രമാത്രം ദേഷ്യപ്പെടുന്നത്, അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റക്കാരാക്കും. ഇപ്പം പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ അവർ നല്ല ആളുകളും പ്രതികരിക്കാൻ തുടങ്ങിയ നമ്മളെന്തായി പ്രശ്നക്കാരുമായി മാറി. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ശരിക്കും നമ്മളാണോ പ്രശ്നക്കാർ? സത്യത്തിൽ നമ്മളല്ല പ്രശ്നക്കാർ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരക്കാരുടെ കൂടെയുള്ള ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല രീതിയിൽ റിലേഷൻ കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ അവർക്കത് ഒരു ബോറിംഗ് ആയിട്ട് അവരുടെ മൈൻഡിലേക്ക് കയറി വരുമ്പോൾ അവരായിട്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമുക്ക് പറ്റാതാകുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കും. ആ പ്രതികരണത്തിന് വലിയൊരു വിഷയമായി കണ്ടിട്ട് നമ്മൾ തെറ്റുകാരാക്കി അവർ മാറ്റുക ചെയ്യുന്നു. നമ്മൾ തന്നെ മെൻ്റലി അതോടുകൂടി ഡെസ്പായി മാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് ഹെൽത്തി അല്ല. അതുപോലെയുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അവരെ കൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. നിങ്ങളെ കൂടെയുള്ള ആരൊക്കെയോ ആയിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടായിരിക്കാം, തികച്ചും സ്വാഭാവികം മാത്രം. അപ്പോൾ അത്തരക്കാരെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ലൈഫ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രോത്ത് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ലൈഫ്. ബൈ.